ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ കടലിൽ കാണാതായിട്ട് ദിവസങ്ങളാകുന്നു. ഒന്നും അറിയില്ല. ഒടുവിൽ ആ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരുന്നു, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ. ചെല്ലുമ്പോൾ കിട്ടിയ മറുപടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ പരാതി തന്നിരുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കാനാണെന്ന്. ആ പറഞ്ഞ ഉദ്യോഗസ്ഥന് ഒരമ്മയുണ്ടാവില്ലേ? അയാൾ ആ അമ്മയുടെ മുഖത്ത് എങ്ങനെ പോയി നോക്കും? എന്തിനാണ് തൊപ്പിയും ഈ കുപ്പായവും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളത്. രാജ്കുമാർ എന്നോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ നമ്മളോടൊപ്പം വരുമ്പോൾ ആ അമ്മയും, ഗൗതം കൃഷ്ണയുടെ അമ്മയും നമ്മളോടൊപ്പമുണ്ട്. രാവിലെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജ്കുമാർ എന്താണ് പറയുക, എന്താണ് ചോദിക്കുക എന്നറിയില്ല. വലിയ വേദനയിൽ തന്നെയാണ് നമ്മളെല്ലാവരും. ആ ഗൗതം കൃഷ്ണയുടെ അമ്മ അനുഭവിക്കുന്ന അതേ വേദന തന്നെ നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നുണ്ട്. എന്താണ് രാജ്കുമാർ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ പറയാൻ പറ്റുന്നത്? ഈ ഗൗതം കൃഷ്ണയുടെ അമ്മയ്ക്ക് സ്വന്തം പിതാവിനെ നഷ്ടമായി, ഭർത്താവിനെ നഷ്ടമായി. മകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് എന്ന് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 6-ാം ദിവസം ഒരമ്മയ്ക്ക് ആ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്ന ഒരു ഗതികേടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ അപജയമാണ്. ഒരുപക്ഷെ ഈ കൃത്യമായി നേരത്തെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ ഈ സംവിധാനങ്ങൾ മുഴുവനും ആ മണിക്കൂർ മുതൽ, ആ ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്ന ആ സമയം മുതൽ കൃത്യമായി ആ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൂടി കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അതിന് തയ്യാറായില്ല. ഒന്ന്, ഈ മെറൈൻ എൻഫോഴ്സ്മെൻറ്റിനാണെങ്കിലും കോസ്റ്റൽ പോലീസിനാണെങ്കിലും കടൽ എന്താണെന്നറിയില്ല. കടലുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് പരിശീലനമുണ്ടെന്ന് പറയുന്നു. നീന്താൻ അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ പലതരത്തിലെ ചോദ്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നോട്ട് വെക്കുകയാണ്. അതിനുള്ള സംവിധാനങ്ങൾ കൂടി അവർക്ക് നൽകണമെന്ന് അവരും പറയുന്നു, മത്സ്യത്തൊഴിലാളികളും പറയുന്നു. ഇപ്പം എന്തായാലും ഞാൻ ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ഇക്കാര്യത്തിൽ പറയേണ്ട ഏക അവകാശിയും അല്ലെങ്കിൽ ആ പ്രതികരിക്കേണ്ടുന്ന ആൾ നമ്മുടെ ഗൗതം കൃഷ്ണയുടെ അമ്മയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു പോരാട്ടം കൊണ്ട് മാത്രമാണ് ഈ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഇത് അന്നു മുതലേ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതെ, നമ്മൾ ഒത്തിരി വൈകിപ്പോയി എന്നുള്ളൊരു ചിന്ത, ആ ഒരു കുറ്റബോധം കൊണ്ട് നമ്മളിപ്പോൾ നേറിയിരിക്കുന്നു. നമ്മൾ വൈകിപ്പോയി എന്നുള്ളൊരു ചിന്ത, നമുക്ക് വേണ്ടി ഒന്നും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെട്ട രീതിയിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് നമ്മളിതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നില്ല. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സംരക്ഷണത്തിന് ഒരുപാട് അതോറിറ്റീസ് ഉള്ളതായിട്ടാണ് നമ്മുടെ ഒരു അറിവ്. അപ്പം ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അന്വേഷണത്തിന് പുറപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഊർജിതമായ അന്വേഷണത്തിലാണ് എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ എന്നെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് വിവരങ്ങൾ അന്വേഷിക്കാനുള്ളൊരു സാഹചര്യത്തിൽ അല്ലായിരുന്ന ഇതുകൊണ്ടും ഞാനും ഇതിനകത്തോട്ട് ഇറങ്ങി ഒരു അന്വേഷണം എങ്ങനെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ സംവിധാനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരു അന്വേഷണത്തിന് ഞാനും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഞാനും അങ്ങനെ തന്നെ ഇരുന്നു പോയി. 6 ദിവസം കഴിഞ്ഞും മോൻ്റെ ബോഡി കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വൈകുന്നത് എന്നുള്ളൊരു അന്വേഷണം, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ ഒരു അന്വേഷണത്തിന് പുറപ്പെട്ടപ്പോഴാണ് സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നും ഇനി ഞാൻ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്തയിലോട്ട് ഞാൻ പോകുന്നതും SHOയുടെ അടുത്ത് ചെല്ലുന്നു. അന്വേഷണത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നു. ഞാൻ രേഖാമൂലം അതിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് രേഖാമൂലം അപ്പോഴും നമുക്ക് നൽകാനുള്ളൊരു ഇതില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മൾ എനിക്കതിൻ്റെ പേപ്പേഴ്സ് തന്നിട്ട് പറഞ്ഞു വായിച്ച് നോക്കാൻ പറഞ്ഞു. വായിച്ച് നോക്കിയപ്പം നമുക്ക് അതിൻ്റെ അകത്തിൽ അന്വേഷണത്തിൻ്റെ പുരോഗതി എനിക്ക് അത്ര അങ്ങ് പോരാ എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ നിങ്ങൾ ഇതുവരെ ചെയ്തത് ഇതിനകത്ത് ഉണ്ട്, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും നമുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ല ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട് പോയി എന്ന് പറഞ്ഞാൽ 2 എൻജിനുള്ള ബോട്ടിൽ 1 എൻജിൻ തീരെ വർക്ക് ചെയ്യുന്നില്ല. ഒരെണ്ണം ഓടി ഇത് ഹീറ്റ് ആകുമ്പോൾ അത് ഓഫായി പോവും. പിന്നെ അത് ഓണാവണമെങ്കിൽ ആ എൻജിനൊന്ന് തണുക്കണം. അതിനുശേഷം അപ്പോൾ ഒരു റെസ്ക്യൂവേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് പോലും ഇത്രയും എലിജിബിൾ അല്ലാത്ത ഒരു വെച്ചിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്നതിനോടല്ല, അതെത്രത്തോളം നമുക്ക് ഉപയോഗയോഗ്യമാണെന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഇത്രയും പരാജിതമായ ഈ സാധനങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധന സമയത്ത് 45-50 ദിവസം സമയമുള്ളപ്പോൾ എന്തുകൊണ്ട് ഇവർ അതിനൊരു പരിശോധന നടത്തുന്നില്ല? നമ്മുടെ കയ്യിലിരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ഏതായാലും ഈ 45 ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രക്ഷുബ്ധമായ കടലിൽ അപകടങ്ങൾ വർഷം പതിവാണ്.
അപ്പോൾ അതിന് അനുയോജ്യമായ സാധനങ്ങൾ നമ്മുടെ കൈവശത്തുണ്ടോ എന്നൊരു അന്വേഷണം എന്തുകൊണ്ടും ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല. നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാനിരിക്കുന്ന സാധനങ്ങൾ അത് ഉപയോഗയോഗ്യമല്ല എന്ന് കണ്ടെത്തിയാൽ ഇത്രയും ദിവസം കൊണ്ട് അവർക്കത് നന്നാക്കി എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പോലും ഈ ട്രോളിംഗ് നിരോധന സമയം നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് നമ്മളത് നന്നാക്കി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മളത് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണെന്നുള്ളൊരു ലക്ഷ്യം അതിലുള്ളത് കൊണ്ട് ഞങ്ങളത് അത്രത്തോളം ഞങ്ങളതിനെ ചേർത്ത് പിടിക്കുന്നു. ഇത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ലൊരു ചേലാണെന്നുള്ളൊരു രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നമുക്ക്. അതുകൊണ്ടാണ് അവരുടെ ജീവൻ, അവർക്ക് ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും മാസം അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കയ്യിൽ എത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അന്നന്ന് പോയെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് രണ്ട് ജോലി തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ കോസ്റ്റൽ സ്റ്റേഷനിലെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും സുഖിക്കാൻ പറ്റിയ ഒരു വകുപ്പായിട്ട്, അതായത് ഏറ്റവും ജോലി കുറവ്, വന്നിരുന്നിട്ട് ഹാർബറിൽ വരിക, ബോട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല മീൻ വാങ്ങിക്കൊണ്ട് പോകുക, വന്ന് വെറുതെ ഇരിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുക. എൻ്റെ ഹാർബറിൽ നമ്മളിപ്പോൾ കണ്ടിടത്തോളം, നമുക്കിങ്ങനെ ഒരു അപകടം പറ്റിയിടത്തോളം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണിത്. ഇതിനകത്ത് കള്ളത്തരമായിട്ടുള്ളൊരു കാര്യമില്ല. നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നതൊന്നുമല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. വരിക, നല്ല മീൻ. ഇപ്പോൾ വരുന്നത് പോലീസാണല്ലോ, അപ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ഏറ്റവും നല്ല മീൻ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ, ഇപ്പം നമ്മുടെ ആളാണ് എന്തെങ്കിലും ഇവർ വരട്ടുന്നത്, ആ പേപ്പർ എന്താ, ഈ പേപ്പർ എന്താ, വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആധാർ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അതൊരു അയ്യോ, അപ്പോൾ അത് ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഇവർ അതിൻ്റെ രീതിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളുടെ സ്ഥിതിഗതികൾ, അതായത് ഹാർബറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പം ഞാനെങ്കിലും എനിക്ക് ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉയർന്ന തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് അറിയുന്നില്ല. ഇനി താഴേക്കിടയിലുള്ള ആളുകളാണ് ഈ മാതിരി വേലകൾ ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരിലേക്ക് എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും ഈ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് ഞാനിത് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നാളെ ഇന്നലെ വരെ ഉള്ളത് കഴിഞ്ഞു, ഇന്നത്തത് നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ എന്നൊരു ദിവസം തൊട്ട്, അതായത് ഇങ്ങനെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും ഈ ഒരു മേഖലയിലോട്ട് അടുത്ത ജനറേഷൻസ് വരുന്നതിന് എതിർത്തുകൊണ്ടിരിക്കുക. ഒരു കാരണവശാൽ ഈ ഒരു മേഖലയിലോട്ട് പുതിയ തലമുറ വരാൻ ഒരു മാതാപിതാക്കൾ ആഗ്രഹിക്കത്തില്ല. ഞാൻ തന്നെ എൻ്റെ മക്കൾ ഒരുപാട് കോഴ്സുകൾ പഠിപ്പിച്ചതാണ്. പിന്നെ അവരുടെ ഒരു ആഗ്രഹം, നമുക്കപ്പോൾ ഇത് പരമ്പരാഗത തൊഴിലായതുകൊണ്ട് വിലക്കാനുള്ളൊരു ഭയം, വിലക്കിയാലും ചിലപ്പോൾ പിള്ളേർ അതിന് പോയെങ്കിലോ, അപ്പോൾ മറുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് എപ്പോഴെന്തെങ്കിലും നാളെ സംഭവിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ ഒരു ഫീൽഡ് തന്നെ. അപ്പം നാളത്തെ ഒരു തലമുറകൾ ഇതിനകത്തോട്ട് വരാതിരിക്കുമ്പം നമ്മുടെ നാടിൻ്റെ വരുമാനം, ഏറ്റവും വരുമാനമുള്ള എൻ്റെ ഒരു അറിവിൽ നമുക്ക് ഏറ്റവും വരുമാനമുള്ള അതും നീണ്ടകര ഹാർബർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തേക്കാൾ ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഇത്രയും നിസ്സംഗമായിട്ട്, അത് ഒരു വിലയില്ലാത്ത രീതിയിൽ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നത് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വരുമാനം നേടിത്തരുന്ന ഒരു മേഖല, അത് ഏത് രീതിയിൽ നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്ത് ആ മേഖലയെ ഉയർത്തിക്കൊണ്ട് വരാം എന്നതിന് പകരം നമ്മളെ ചവിട്ടിത്തേക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കപ്പോൾ ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളതെന്ന് ഇതിനെ ചേർത്ത് പിടിക്കുക, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കാതിരിക്കുക. എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം, അപകടങ്ങൾ വരുമ്പോൾ മാത്രമല്ല ഞങ്ങളെ ചേർത്ത് പിടിക്കേണ്ടത്. ഞങ്ങൾ പോരാളികൾ, സൈനികരും അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഞങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് നേടിയെടുത്തു. എന്നുവെച്ചാൽ എല്ലാ സാഹചര്യത്തിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഭേദിക്കാനുള്ള മനസ്ഥിതിയുള്ള ഞങ്ങളെ ആപത്ത് വരുമ്പോൾ മാത്രം ബഹുമതി തന്ന് ഞങ്ങളെ കൊണ്ട് കാര്യം സാധിക്കാതെ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് ഞാൻ മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളോട്, അതായത് രാഷ്ട്രീയക്കാരോട്, രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ പറയുകയാണ്, ഞാൻ യാചിക്കുകയാണ്. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള സുരക്ഷകളെങ്കിലും ഒരു വീഴ്ച വരുത്താതെ ചെയ്യേണ്ട, അലേർട്ടായിട്ടിരിക്കുക. പിന്നെ വെതർ വാർണിംഗ് പറയുന്നില്ലേ, വെതർ വാർണിംഗ് കൊടുക്കുന്നു, നമ്മളതനുസരിക്കുന്നെന്ന്. അതല്ല ഇതിനകത്തുള്ള ഒരു പരാജയം എന്ന് വെച്ചാൽ, വെതർ വാർണിംഗ് കിട്ടുന്ന ദിവസം നമുക്ക് ഈ ട്രോളിംഗ് നിരോധനം നമ്മുടെ ഒരു പ്രതീക്ഷ, അതായത് നമ്മുടെ ഒരു ഗോൾഡൻ ചാൻസ് ആ സമയം. അപ്പം നമുക്കത് ഈ വെതർ വാർണിംഗ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് വെതർ വാർണിംഗ് വന്നു, നമ്മുടെ വള്ളക്കാരല്ലേ ബോട്ടുകാർ പോകാതിരിക്കുന്നു. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അന്തരീക്ഷം നല്ല ഇതിൽ കിടക്കുന്നു, കടൽ ശാന്തമായിട്ട് കിടക്കുന്നു, അന്തരീക്ഷം മോശമില്ല, കാറ്റില്ല. അപ്പം നമ്മൾ ചോദിച്ചാ വെതർ വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു കുഴപ്പമില്ല, അപ്പം നമ്മുടെ വള്ളം പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വന്നു. അപ്പം പിന്നെ നമ്മളിതിനൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഇത് വെതർ വാർണിംഗ് വരുന്ന സമയത്തങ്ങ് ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ്.
അപ്പോൾ ഈ വാർണിംഗ് അലർട്ട് പോലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു രീതിയിലല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാർണിംഗ് വരുമ്പോൾ പോലും അതിനെ നമ്മൾ പിന്തള്ളുക അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളാതെ വരിക എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട്. കാരണം അത് ആ ഒരു അലർട്ട് പോലും ക്ലിയർ ആയിട്ടുള്ള രീതിയിലല്ല നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയും നമ്മൾ അലട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഇതിനകത്ത് വരുന്ന പരാജയം. അത് അലർട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അത് വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മളത് ഉൾക്കൊള്ളും. നടക്കുന്ന ഈ തെരച്ചിലുകളിൽ അതിലൊരു തൃപ്തിയുണ്ടോ? ഇപ്പം നടക്കുന്ന തെരച്ചിൽ എനിക്ക് മനസ്സിലായിടത്തോളം കാര്യം, നമ്മളിപ്പോൾ ഒരു ബോഡി നമ്മൾക്ക് ഇത് ശരീരം ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടാറില്ല. നമുക്കെപ്പോഴും ഒരു പുറം, അതായത് തലയും ബാക്കിയെല്ലാം ഉള്ളിലോട്ട് പോയിട്ട് ഈ ഒരു പുറം ഭാഗമായിരിക്കും എപ്പോഴും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുക. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൂടുതലും ഹെലികോപ്റ്ററിൽ നിന്നുള്ള ഒരു വ്യൂ ആയിരിക്കും, അതാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുക്കുന്നതെന്നാണ് ഇന്നലെ ഞാൻ അറിഞ്ഞത്. അപ്പം അതിനോടാണ് എനിക്കും കൂടുതലൊരു താല്പര്യം. കാരണം സെർച്ച് വേണം. അതെ, ഞാൻ ഇപ്പോഴും അപ്പം ഞാൻ അതാണ് ആവശ്യപ്പെട്ടത്. അപ്പം പറഞ്ഞത് ഫ്യൂവൽ കപ്പാസിറ്റിയെ കുറിച്ച്. അപ്പം ഞാൻ അതിനെ കുറിച്ച് പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പല ഹെലികോപ്റ്റേഴ്സിനും പല കപ്പാസിറ്റി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കപ്പാസിറ്റി കൂടിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കൂടുതൽ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ എനിക്കെന്നല്ല, നഷ്ടപ്പെട്ടു പോയ എല്ലാ വീട്ടിലെയും എല്ലാ അംഗങ്ങളെയും കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനപ്പോൾ ഭരണകൂടത്തോട് വീണ്ടും അത് കേന്ദ്രത്തോടും കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി സാറിനോട് ഞാൻ പറയുകയാണ്, എനിക്ക് വാഗ്ദാനങ്ങളല്ല വേണ്ടത്, എനിക്ക് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഇനി ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടെത്തിയിട്ട് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും നിങ്ങൾ കൂടെ ചേർത്ത് ഞങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങൾ വില കൊടുത്ത് അത് നമ്മുടെയും കൂടെ നഷ്ടങ്ങളാണെന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മനു, ഒരു അമ്മയുടെ വാക്കുകൾക്കപ്പുറം ഒരു മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി, ആ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി ഇനി സംഭവിക്കാനുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് ആ നിലയിലേക്കുള്ള ഒരു ജാഗ്രത കാണിക്കണമെന്ന് പറയുന്ന 100% ആ പക്വതയോടെയുള്ള ഒരു മറുപടി, ആ ഒരു ചോദ്യമുനകളൊക്കെയാണ് വെറും ഈ സംഭാഷണങ്ങളല്ല അല്ലെങ്കിൽ വാഗ്ദാനങ്ങളല്ല, അത് നടപ്പിലാക്കണം, നിറവേറ്റണം എന്ന് പറയുന്ന ഒരാവശ്യമാണ് ഇപ്പോൾ രേഷ്മ നമ്മളോട് പങ്കുവെക്കുന്നത്.